ഇനി നമ്മൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് അതേപോലെ കാപ്പിലറി റേസ് ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ആംഗിൾ ഓഫ് കോണ്ടാക്ട് നോക്കാം. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിൽ ആദ്യം ഒരു ലിക്വിഡ് സർഫസും സോളിഡ് സർഫസും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്ലാസ് പ്ലേറ്റ് ആണെന്ന് കരുതുക. ഈ ഗ്ലാസ് പ്ലേറ്റിൽ നമ്മൾ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ഡ്രോപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെയാ നിൽക്കുക. അപ്പോൾ ഇത് ഗ്ലാസ് ആണ്, അതേപോലെ തന്നെ ഇത് വാട്ടറുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോണ്ടാക്റ്റിൽ വന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നമ്മളൊരു ടാൻജന്റ് വരക്കാണ്. ആ ടാൻജന്റ് ഈ സോളിഡ് സർഫസുമായിട്ടുണ്ടാക്കുന്ന രണ്ട് ആംഗിളുകൾ കാണാൻ പറ്റും ഇവിടെ. ഒന്നിതാ ഈ ഒരു ആംഗിളാണ്, മറ്റൊന്ന് വരുന്നത് ഈ ഒരു അകത്ത ആംഗിളാണ്. ആ സർഫസ് ഓഫ് കോണ്ടാക്റ്റിൽ വരക്കുന്ന ടാൻജന്റ് ആ ലിക്വിഡ് സർഫസിനകത്ത് സോളിഡ് സർഫസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ, അതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ അത് ലിക്വിഡിനകത്ത് സോളിഡ് സർഫസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ, പുറത്തല്ല അകത്ത്. ഇതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് വിളിക്കുന്നത്. ഈ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഒബ്റ്റ്യൂസ് ആവാം, അക്യൂട്ട് ആവാം. അപ്പോൾ നമുക്ക് അതിനെ തീറ്റ എന്ന് കൊടുക്കുകയാണെങ്കിൽ തീറ്റ ഈക്വൽ ടു, നോക്കൂ, പല വിധത്തിൽ വരാം. 0 ആവാം, തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആവാം, തീറ്റ ഈക്വൽ ടു അക്യൂട്ട് ആവാം, തീറ്റ ഈക്വൽ ടു ഒബ്റ്റ്യൂസ് ആവാം. ഇപ്പോൾ സാധാരണ നമ്മൾ വാട്ടർ ഗ്ലാസ് ഇന്റർഫേസ് എടുത്തു കഴിഞ്ഞാൽ, വാട്ടർ ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് തീറ്റ വരുന്നത്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരുന്നത് അക്യൂട്ടാണ്. അക്യൂട്ടാണെന്ന് പറയുമ്പോൾ ഗ്ലാസിൻ്റെ സർഫസിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്ലെയിൻ ഗ്ലാസ് ആണെങ്കിൽ അതിൽ വാട്ടർ ഇതാ ഇങ്ങനെ നിന്നേ പറ്റൂ. ഇങ്ങനെ ആയിരിക്കും വാട്ടർ നിൽക്കേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ അക്യൂട്ടാണ്. ഇത് നമ്മൾ കാപ്പിലറി റൈസിൽ ഇതാ ഇങ്ങനെയാ കാണുക. വെള്ളം കയറിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ആ ഒരു സർഫസ് ഓഫ് കോണ്ടാക്ട് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നമ്മൾ വരക്കുന്ന ടാൻജന്റ് ആ ലിക്വിഡിനകത്തുണ്ടാക്കുന്ന ആംഗിൾ അക്യൂട്ടാണ്. അപ്പോ ഇതാണ് ഗ്ലാസും വാട്ടറും തമ്മിലുള്ള ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിന്റെ പ്രത്യേകത, അക്യൂട്ടായിരിക്കും. അതിൽ തന്നെ പ്യുവർ വാട്ടറും ഗ്ലാസും ആണെങ്കിൽ ആ ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരുന്നത് 0 ആയിരിക്കും. 0 ആണെന്ന് പറയുമ്പോൾ എങ്ങനെയാ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഈ ഒരു പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റിൽ, ഇങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് പ്ലേറ്റിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഫ്ലാറ്റൺ ആയിട്ടാണ് നിൽക്കുക. ടെൻസ് ടു 0 ഇങ്ങനെയാവും നിൽക്കുന്നുണ്ടാവുക. എന്നാൽ ഇതേ ഗ്ലാസ് ട്യൂബിൽ, ആ കാപ്പിലറി റൈസിൽ ഈ ട്യൂബ് എന്താവണം? ഗ്ലാസ് ട്യൂബ് ആവണം. ഇതിൽ നമ്മൾ പ്യുവർ വാട്ടർ ആണെങ്കിൽ അതിൻ്റെ മെനിസ്കസ്, ഇതിനെ നമ്മൾ വിളിക്കുക മെനിസ്കസ് എന്നാ. അതിങ്ങനെയായിരിക്കും. ഇത് ഹെമിസ്ഫെറിക്കൽ മെനിസ്കസ് ആയിരിക്കും. എന്താ കാരണം? ഇവിടെ മുകളിൽ ഫ്ലാറ്റൺ ആവുമ്പോഴാണ് ഇവിടെ ടാൻജന്റ് വരക്കുമ്പോൾ ആ തീറ്റ ടെൻസ് ടു 0 വരിക. അതേപോലെ ഇവിടെയാണല്ലോ പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരുന്നത്. ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നമ്മൾ ടാൻജന്റ് വരക്കുമ്പോൾ നോക്കിയാൽ അതും, പിന്നെ ഇവിടെ നമുക്ക് ആ സോളിഡ് സർഫസ് ഉണ്ട്, അതിങ്ങനെയാ വരുന്നത്. അവർ തമ്മിലുള്ള ആംഗിൾ 0 കിട്ടണമെങ്കിൽ ഇത് ഹെമിസ്ഫെറിക്കൽ മെനിസ്കസ് ആയിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഗ്ലാസും വാട്ടറും തമ്മിലുള്ള
ആംഗിൾ ഓഫ് കോണ്ടാക്ട് അക്യൂട്ട് ആണെന്നും ഗ്ലാസും പ്യുവർ വാട്ടറും തമ്മിലുള്ള ആംഗിൾ ഓഫ് കോണ്ടാക്ട് 0 ആണെന്നും മനസ്സിലാക്കി. നമ്മൾ ഈ ട്യൂബ് ഒരു സിൽവർ ആണെന്ന് കരുതുക, വാട്ടറും അതേപോലെ തന്നെ സിൽവറുമാണെങ്കിൽ അവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഒരു സിൽവർ പ്ലേറ്റിൽ നമ്മൾ വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരേണ്ടത് 90 ആണ് വരുന്നത്. നമുക്ക് ആ പിക്ചർ നോക്കൂ. ഇതേപോലത്തെ ഒരു സിൽവർ പ്ലേറ്റ് ആണെന്ന് കരുതുക. ഇതിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കണം എന്നറിയോ? 90 കിട്ടണം. ആ വെള്ളം ഈ സിൽവറുമായി ഇവിടെ കോണ്ടാക്ട് വരുന്നുവെങ്കിൽ ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലാണ് നമ്മൾ ടാൻജന്റ് വരക്കേണ്ടത്. ആ ടാൻജന്റ് ഈ പ്ലേറ്റുമായിട്ട് 90 ഡിഗ്രി ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ ആ ടാൻജന്റ് ഇങ്ങനെ പോയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ആ ലിക്വിഡ് ഇതാ ഇങ്ങനെ ഹെമിസ്ഫിയർ ആയേ പറ്റൂ. ഏത് ലിക്വിഡ്? അങ്ങനെ എല്ലാ ലിക്വിഡും അല്ല. ഇതാരാ? വാട്ടർ ആണ്. അപ്പൊ ഒരു വാട്ടറിനെ നമ്മൾ ഒരു സിൽവർ പ്ലേറ്റിലാണ് വെച്ചതെങ്കിൽ ഹെമിസ്ഫെറിക്കൽ ആയിരിക്കും ഷേപ്പ് വരിക. കാരണം ഗ്ലാസും അല്ല സിൽവർ പ്ലേറ്റും വാട്ടറും തമ്മിലുള്ള ആംഗിൾ ഓഫ് കോണ്ടാക്ട് എത്ര വരണം? 90 ഡിഗ്രി വരണം. അങ്ങനെയാണെങ്കിൽ ഇതൊരു കാപ്പിലറി ട്യൂബിലാണ് നമ്മളെ വാട്ടർ എങ്കിൽ അപ്പൊ ഇത് എന്ത് ട്യൂബാ? സിൽവർ ട്യൂബാണ്. ആ സിൽവർ ട്യൂബില് നമ്മൾ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ ആ വാട്ടർ ഇതാ ഇങ്ങനെ വരുമല്ലോ. അവിടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരും. ഇതാണ് ആ സോളിഡ് സർഫസ്. അതുമായിട്ട് ആ പോയിന്റിൽ വരക്കുന്ന ടാൻജന്റ് ഇതാ ഇങ്ങനെ 90 ഡിഗ്രി വരണം. അപ്പൊ വെള്ളം എങ്ങനെയാ നിൽക്കുക? അപ്പൊ നോക്കിയാ നിങ്ങള് നേരത്തെ മെനിസ്കസ് വന്ന് കുഴിഞ്ഞിട്ടാ കോൺകേവ് മെനിസ്കസ് ആണെങ്കിൽ ഇവിടെ ഫ്ലാറ്റൻഡ് ആയിട്ടാ വരിക സിൽവർ ട്യൂബ് ആണെങ്കിൽ. ഇപ്പൊ നമ്മള് ഗ്ലാസും വാട്ടറും തമ്മിൽ അക്യൂട്ട് ആണെന്നും ഗ്ലാസും പ്യുവർ വാട്ടറും തമ്മിൽ 0 ആണെന്നും സിൽവറും വാട്ടറും തമ്മിൽ എന്താണെന്നും പറഞ്ഞു 90 ഡിഗ്രി ആണെന്നും കേട്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചേമ്പിൻ്റെ ഇലയിൽ നമ്മൾ വെള്ളം എടുത്ത് കണ്ടുണ്ടാവും അല്ലേ? ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം നിൽക്കുന്നത് എങ്ങനെയാ? നമ്മൾ സാധാരണ കണ്ടുപരിചയമുള്ളതാണ്. ആ വെള്ളം നിൽക്കുന്നത് ഇങ്ങനെയായിരിക്കും. കൊളക്കേഷ്യ എന്ന് തോന്നുന്നുണ്ട് അല്ലേ പേര്? കൊളക്കേഷ്യയും അതേപോലെ തന്നെ വാട്ടറും തമ്മിലുള്ള ആംഗിൾ ഓഫ് കോണ്ടാക്ട് നോക്കിയാൽ നിങ്ങൾ ഈ പോയിന്റിൽ ടാൻജന്റ് വരക്കുമ്പോൾ ആ ടാൻജന്റും ആ സോളിഡ് സർഫസും തമ്മിലുള്ള ആംഗിള് ഒബ്റ്റ്യൂസ് ആ വരുന്നത്. ഒബ്റ്റ്യൂസ്. അപ്പൊ വാട്ടറും അതേപോലെ തന്നെ ഗ്ലാസും അക്യൂട്ടാണ്. പ്യുവർ വാട്ടറും ഗ്ലാസും 0 ആണ്. സിൽവറും വാട്ടറും 90 ആണ്. കൊളക്കേഷ്യയും വാട്ടറും തമ്മിൽ ഒബ്റ്റ്യൂസ് ആണ് വരിക. ഇതില് അക്യൂട്ടും ഒബ്റ്റ്യൂസും ആണെങ്കിൽ ഒരു കാര്യം പറയാം. ആംഗിൾ ഓഫ് കോണ്ടാക്ട് അക്യൂട്ട് ആണെങ്കിൽ വെറ്റ് ദ സർഫസ്, ആ സോളിഡ് സർഫസിനെ അത് നനക്കും. ഒബ്റ്റ്യൂസ് ആണെങ്കിൽ അത് നനക്കൂല. നോക്കിയാ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം എടുക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അതിൽ വെള്ളം നനയൂല. അവിടുത്തെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എത്രയാണ്? ഒബ്റ്റ്യൂസാ വരുന്നത്. അപ്പൊ നമ്മൾ റെയിൻകോട്ട് കണ്ടിട്ടില്ലേ? റെയിൻകോട്ടും അതേപോലെ തന്നെ വാട്ടറും തമ്മിൽ നനയുന്നില്ല. അങ്ങനെ നനയുന്നില്ലെങ്കിൽ ഈ റെയിൻകോട്ടും വാട്ടറും തമ്മിലുള്ള തീറ്റ ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരുന്നത് ഒബ്റ്റ്യൂസ് ആയിരിക്കണം. നോക്കും. ഇനി നമുക്ക് മറ്റൊരാളെ അറിയാനുള്ളത് ആരാണ്? മെർക്കുറിയാണ്. മെർക്കുറിയും ഗ്ലാസും തമ്മിൽ വരുന്നത് ഒബ്റ്റ്യൂസ് ആണ്. ആംഗിൾ ഓഫ് കോണ്ടാക്ട്. അപ്പോൾ ഒരു ഗ്ലാസ് പ്ലേറ്റിൽ നോക്കിയാ ഗ്ലാസ് ഇങ്ങനത്തെ ഒരു പ്ലേറ്റിൽ നമ്മളൊരു മെർക്കുറിയുടെ ഡ്രോപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാ നിൽക്കുക. ഇവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരുന്നത് ഒബ്റ്റ്യൂസ് ആണ്.
അങ്ങനെയാണെങ്കിൽ ഒരു ഗ്ലാസിന്റെ കാപ്പിലറി ട്യൂബാണ്, ആ കാപ്പിലറി ട്യൂബ് ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ ഇതില് മെർക്കുറി നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാ നിൽക്കുക. ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റും സോളിഡ് സർഫസും ഉണ്ടാക്കുന്ന ആംഗിൾ ഇൻസൈഡ് ദ ലിക്വിഡ് അത് ഒബ്റ്റ്യൂസ് ആയിരിക്കും. അപ്പോ ആംഗിൾ ഓഫ് കോണ്ടാക്ട് കിട്ടി നമുക്ക്, അത് ഒബ്റ്റ്യൂസ് ആണ്. ഇവിടെ മെർക്കുറിയും ഗ്ലാസും തമ്മിൽ സാധാരണ രീതിയിൽ വരുന്ന ആംഗിൾ ഓഫ് കോണ്ടാക്ട് 135 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിന്റെ ഒരു പിക്ചർ വരുന്നത്. ഇത് നമുക്ക് കാപ്പിലറി റൈസിൽ ആവശ്യമുള്ള ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത കാപ്പിലറി റൈസ് എന്ന ടോപ്പിക്കിലേക്ക് പോവാം. ഇനി നമുക്ക് കാപ്പിലറി റൈസ് നോക്കാം. ചെറിയ ട്യൂബുകളിലൂടെ ലിക്വിഡ് എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് കയറി പോകുന്ന ഒരു സംഗതി. ഇതാണ് കാപ്പിലറി റൈസ്. പ്ലാന്റ്സിലൊക്കെ വാട്ടറിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് ഏത് വഴിയാണ്? കാപ്പിലാരിറ്റി വഴിയാണ്. നമ്മൾ ഒരു ലിക്വിഡിൽ ഒരു ഗ്ലാസ് ട്യൂബ് അല്ലെങ്കിൽ ഒരു ചെറിയ റേഡിയസ് ഉള്ള ഒരു ട്യൂബ് നമ്മൾ അതിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ ലിക്വിഡ് മുകളിലോട്ട് കയറും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കാപ്പിലറി റൈസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം നമുക്ക് എങ്ങനെയാ വരുന്നത്. ആദ്യം ഇവിടെ കുഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ കോൺകേവ് മെനിസ്കസ് എന്ന് വിളിക്കുക. ഇങ്ങനെ കോൺകേവ് മെനിസ്കസ് വരുന്നത് അക്യൂട്ട് ആംഗിൾ വരുമ്പോഴാണ്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് അക്യൂട്ട് ആണെങ്കിൽ അത് കോൺകേവ് മെനിസ്കസ് ആയിരിക്കും. ഇതാണ് അക്യൂട്ട് ആംഗിൾ തീറ്റ വരുന്നത്. ഇനി ചില സമയങ്ങളിൽ ഉണ്ടാവും, ഇപ്പോൾ ഇത് നമ്മൾക്കൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. ഇത് ഗ്ലാസ് ട്യൂബാണ്. ആ ഗ്ലാസ്സിൽ ഈ ലിക്വിഡ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. ഇവിടെ അക്യൂട്ടാണ്, ആ ട്യൂബിലൂടെ വെള്ളം കയറി നമുക്ക് പറയാം കാപ്പിലറി റൈസ് ആണ് ഇവിടെ സംഭവിച്ചത്, വെള്ളം കയറുക ചെയ്തത്. അതേസമയം ഇത് നോക്കൂ, ഗ്ലാസ് ട്യൂബില് മെർക്കുറിയിലാണ് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചതെങ്കിൽ, ഇതാണ് മെർക്കുറി. ആ മെർക്കുറിയിൽ ഒരു ഗ്ലാസ് ട്യൂബ് നമ്മൾ എന്ത് ചെയ്തു, ഡിപ്പ് ചെയ്ത് വെച്ചാൽ എന്ത് സംഭവിക്കും നോക്കാം. അവിടെ വരുന്നത് കാപ്പിലറി റൈസ് അല്ല, മറിച്ച് കാപ്പിലറി ഫോൾ ആണ് വരിക. അക്യൂട്ട് ആംഗിൾ അല്ല അല്ലേ അവിടെ. ആരാ അവിടെ വരുന്നത്? നമുക്ക് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. അപ്പോ മെർക്കുറി ആണെങ്കിൽ ഇതാരാ? ഗ്ലാസ് ട്യൂബ് ആണ്. ഗ്ലാസ് ട്യൂബും ഈ ആളാരാ? മെർക്കുറിയുമാണെങ്കിൽ ഇവിടെ വരുന്നത് കാപ്പിലറി എന്തായിരിക്കും? ഫോൾ ആയിരിക്കും. അപ്പൊ ഈ പോയിന്റിൽ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ ഒന്നാമത്തെ കാര്യം അത് കോൺവെക്സ് മെനിസ്കസ് ആയിരിക്കും. എന്ത് മെനിസ്കസ് ആണ്? കോൺവെക്സ് മെനിസ്കസ് ആണ് വരിക. അതേപോലെ തന്നെ കാപ്പിലറി ഫോൾ ആണ്. അപ്പൊ ഇതാണ് ആദ്യത്തെ നമ്മൾ കാപ്പിലറി റൈസിലെയും ഫോളിലെയും പിക്ചർ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടെ എക്സസ് പ്രഷറും അതേപോലെ തന്നെ പ്രഷർ ഡ്യൂ ടു എ ലിക്വിഡ് കോളം, അതുപോലെ പാസ്കൽസ് ലോ, അതേപോലെ സർഫസ് ടെൻഷൻ, ഈ എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ ആവശ്യമായി വരുന്ന ഒന്നാമത്തെ ആള് ആരാണ്? ഒന്ന് എക്സസ് പ്രഷറിന്റെ ഇക്വേഷൻ ആണ്, അതിന്റെ കൺസെപ്റ്റ്. രണ്ടാമത്തത് പ്രഷർ ഡ്യൂ ടു എ ലിക്വിഡ് കോളം. മൂന്നാമത്തത് പാസ്കൽസ് ലോ. നാലാമത്തത് സർഫസ് ടെൻഷൻ.
ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. ഇത് ഓരോന്ന് എങ്ങനെയാന്ന് നോക്കാം. ആദ്യം എക്സസ് പ്രഷർ. എക്സസ് പ്രഷറിൽ നമ്മൾ ആദ്യം മനസ്സിൽ വെക്കേണ്ട കാര്യം ഇതാണ്. ഒരു ലിക്വിഡ് ഞാനിതാ ഇങ്ങനെ കൺസിഡർ ചെയ്തു. ഇതൊരു ലിക്വിഡ് ഡ്രോപ്പോ ബബിളോ എന്തോ ആവാം. നമ്മൾ ഈ ഒരു പോർഷൻ നോക്കിയാൽ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ. ഇത് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇത് കോൺവെക്സ് മെനിസ്കസ് ആണ്. കോൺവെക്സ് മെനിസ്കസ് ആണെങ്കിൽ അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതാണ്. ഇതിനെ ഇവിടുത്തെ പ്രഷർ ഞാൻ 2 പോയിന്റുകൾ കൺസിഡർ ചെയ്യുക. ഒന്ന് അകത്തും മറ്റൊന്ന് പുറത്തും. ഇത് ഇൻസൈഡ് ആണ് അല്ലേ? ഇതാരാ? ഔട്ട്സൈഡ് ആണ്. ഇത് ഇവിടെ അങ്ങോട്ട് പൊങ്ങിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പി ഇൻസൈഡ് ഗ്രേറ്റർ ദാൻ പി ഔട്ട്സൈഡ് ആയിരിക്കും. അതിൽ തന്നെ ഈ പ്രഷറുകളുടെ ഡിഫറൻസ് പി ഇൻസൈഡ് മൈനസ് പി ഔട്ട്സൈഡ് ഈക്വൽ ടു 2s/r ആയിരിക്കും ഡ്രോപ്പിന്റെ കേസിൽ. ആ ഡ്രോപ്പിന്റെ എന്താണ്? റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്. എസ് എന്ന് പറയുന്നതോ സർഫസ് ടെൻഷൻ ആണ്. ഇനി ഇതേപോലെ കോൺകേവ് മെനിസ്കസ് വന്നാൽ, കോൺകേവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദാ ഇങ്ങനെയാണ് നമ്മുടെ ലിക്വിഡ് ഡ്രോപ്പ് വന്നത് എന്ന് കരുതുക. നമുക്ക് കിട്ടിയ ലിക്വിഡ് ഡ്രോപ്പ് ദാ ഇങ്ങനെയായിരുന്നു. ഇതാണ് ലിക്വിഡ്. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് മെനിസ്കസാ? കോൺകേവ് മെനിസ്കസ് ആണ്. അപ്പോ ഇവിടെ കുഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഇവിടെ നമ്മൾ ഔട്ട്സൈഡും ഈ പോയിന്റ് ആണ് ഇൻസൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ കണ്ടോ, ആ ഔട്ട്സൈഡ് എന്നുള്ള പ്രഷർ കൊണ്ട് അത് കുഴിഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കേസിൽ പറയാം പി ഔട്ട്സൈഡ് ഗ്രേറ്റർ ദാൻ പി ഇൻസൈഡ്. ഈ പ്രഷറുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് പി ഔട്ട്സൈഡ് മൈനസ് പി ഇൻസൈഡ് ഈക്വൽ ടു 2s/r ആയിരിക്കും. എസ് എന്ന് പറയുന്നത് സർഫസ് ടെൻഷനും ആർ എന്ന് പറയുന്നത് ആ ഡ്രോപ്പിന്റെ റേഡിയസുമാണ് വരുന്നത്. അപ്പോ ഇതാണ് എക്സസ് പ്രഷർ നമ്മൾ കോൺവെക്സ് മെനിസ്കസിലും കോൺകേവ് മെനിസ്കസിലും അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ നോക്കാം. കാപ്പിലറി റൈസിന്റെ പിക്ചറിൽ ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഇതാണ് ഒരു ഗ്ലാസ് ട്യൂബ് എങ്കിൽ ഇതിലിതാ ഇതുവരെ ലിക്വിഡ് വന്നിട്ടുണ്ട് എന്ന് കരുതുക. ഇതിങ്ങനെ ലിക്വിഡാണ്. അത് ലിക്വിഡ് ആണെങ്കിൽ ആ ലിക്വിഡ് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ഹൈപ്പോതെറ്റിക്കൽ അല്ലെങ്കിൽ ഇമാജിനറി സ്ഫിയർ ഉണ്ട്. അത് ഞാൻ ഇങ്ങനെ എടുത്തു. അപ്പൊ ഇവിടെ നിങ്ങട്ടേ ഉള്ളൂ. ഇനി ഈ ഒരാളെ നമ്മൾ ഡ്രോപ്പ് ആയിട്ടാണോ അതോ ബബിൾ ആയിട്ടാണോ കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. മുകളിൽ ഞാൻ ഈ വരച്ച ആള് അവിടെ അങ്ങനെയല്ല, ഞാനത് അസ്യൂം ചെയ്തു. അത് ഡ്രോപ്പ് ആണോ ബബിൾ ആണോ? ഡ്രോപ്പ് ആണ്. കാരണം നമ്മൾ ബബിൾ എന്ന് പറഞ്ഞപ്പോൾ 2 ഭാഗത്തും എയർ ആയിരുന്നു. ഇവിടെ ഒരു ഭാഗത്ത് എയർ ആണ്, ഇവിടെ ലിക്വിഡാണ്. അതുകൊണ്ട് ഇയാളെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഡ്രോപ്പ് ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡ്രോപ്പിന് ദാ ഒരു റേഡിയസ് ഉണ്ടാവും. അതാണ് ക്യാപിറ്റൽ ആർ. ആരാണ്? ക്യാപിറ്റൽ ആർ. ഇനി നമ്മുടെ ആർക്ക് ട്യൂബിന് ഒരു റേഡിയസ് ഉണ്ടാവും. നമ്മൾ ഈ ക്യാപിറ്റൽ ആറിനെ കാണുകയില്ല. നമ്മൾ കാണുന്നത് ഈ സ്മോൾ ആർ ആയിരിക്കും. അത് ആ ട്യൂബിന്റെ റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരും. അതാണ് തീറ്റ. അത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയായിരിക്കും. തീറ്റയും സ്മോൾ ആറും ക്യാപിറ്റൽ ആറും തമ്മിലുള്ള റിലേഷൻ
കോസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ കിട്ടും. അപ്പോ കോസ് തീറ്റ ഈക്വൽ ടു ആരാണ്? സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ ആണ്. ചില സമയങ്ങളിൽ നമുക്കത് ആവശ്യം വരും. അപ്പൊ നമുക്കത് ഡ്രോപ്പ് ആണെന്നും കാര്യങ്ങളും അവിടെ നമുക്ക് കിട്ടുന്ന റിലേഷൻസും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് പ്രഷറുകളെ കുറിച്ചറിയാം. ഇതേ ഗ്ലാസ് ട്യൂബില് നമ്മൾ ഓരോ പോയിന്റുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതായിരുന്നു നമ്മുടെ ഗ്ലാസ് ട്യൂബ് വന്നത്. ഇതിലെ ലിക്വിഡിന്റെ മെനിസ്കസ് ഇതാ ഇങ്ങനെ വന്നു. അതുണ്ടാക്കുന്ന ഒരു ഇമാജിനറി സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പൊ ഇതെന്ന് പറയുന്നത് ആ ലിക്വിഡിന്റെ ഔട്ട്സൈഡ് പോയിന്റ് ആണ്. ഇതാണ് പി എ. ഇത് ആ മെനിസ്കസിന് തൊട്ടു താഴെ അവിടുത്തെ പ്രഷറാണ് പി ബി. ഇവിടെ കോൺകേവ് ആണ്. അപ്പൊ മുകൾ ഭാഗത്ത് കുഴിഞ്ഞിരിക്കുക. ഏത് പ്രഷർ കൂടണം? പി എ ഗ്രേറ്റർ ദാൻ ആരായിരിക്കണം? പി ബി ആയിരിക്കണം. പി എ ഗ്രേറ്റർ ദാൻ പി ബി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പ്രഷറുകളുടെ ഡിഫറൻസ് പി എ മൈനസ് പി ബി ഈക്വൽ ടു 2s ബൈ ആർ. അതേതാറാ? ഈ ഡ്രോപ്പിന്റെ, നമ്മൾ അസ്യൂം ചെയ്ത ഡ്രോപ്പിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. ഈ ട്യൂബിന്റെ റേഡിയസ് അതാണോ? അല്ല. അതാരാ? സ്മോൾ ആർ ആണ്. ഇവിടുത്തെ ആംഗിൾ എത്രയാ? തീറ്റ. ആരായി? തീറ്റ. ആംഗിൾ ഓഫ് കോണ്ടാക്ട്. അപ്പൊ നമുക്ക് പി എ മൈനസ് പി ബി ഈക്വൽ ടു എന്ത് കിട്ടി? 2s ബൈ ആർ. അത് ആ ക്യാപിറ്റൽ ആർ റേഡിയസ് ഓഫ് ദ ഡ്രോപ്പ് ആണെന്നും അറിയാം. ഇനി വേണമെങ്കിൽ നമുക്ക് അതിനെ തന്നെ ഇൻ ടേംസ് ഓഫ് സ്മോൾ ആർ ആക്കാം. പി എ മൈനസ് പി ബി ഈക്വൽ ടു 2s ഡിവൈഡഡ് ബൈ ആർ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 2s കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ എന്നും എഴുതാം. ഇങ്ങനെ കിട്ടി. ഇനിയാണ് നമ്മൾ പ്രഷർ ഡ്യൂ ടു എ ലിക്വിഡ് കോളവും അതേപോലെ തന്നെ എന്തും അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈ കിട്ടിയ കാര്യങ്ങളും നോക്കൂ. ഇപ്പൊ നമുക്ക് ഈ ഒരു പ്രഷർ പി എ ആണെന്നും ഈ പ്രഷർ പി ബി ആണെന്നും ഇവിടെ ആ ലിക്വിഡ് നോക്കൂ, ആ ലിക്വിഡ് ഇതാ ഇതുവരെ ഉണ്ട് ബീക്കറിൽ. ഇവിടുന്ന് ഇങ്ങനെ കയറിയിട്ടാണ് അത് നിൽക്കുന്നതെങ്കിൽ നോക്കൂ, ഈ ഒരു പോയിന്റ് എടുത്തു, അതാണ് പി സി. ഇവിടെ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു, അതാണ് പി ഡി. ആരായിരിക്കും പി ഡി എന്ന പ്രഷർ? അത് പി എ ടി എം ആ. കാരണം എക്സ്പോസ്ഡ് ടു എയർ. അങ്ങനെയാണെങ്കിൽ ഈ പി എ എന്ന് പറയുന്ന ആള് ഇതും എക്സ്പോസ്ഡ് ടു എയർ അല്ലേ? അപ്പൊ പി എ എത്രയാ? പി എ ടി എം ആണ്. പി ഡി എത്രയാ? പി എ ടി എം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പി സി എന്ന ഒരു പ്രഷർ എത്രയാണെന്ന് കിട്ടണമെങ്കിൽ ഈ ഹൈറ്റ് ഞാനൊരു എച്ച് എടുത്തു. അപ്പൊ ഈ പി സിയുടെ പ്രഷർ ഈക്വൽ ടു അതിന് തൊട്ടുമുകളിൽ എത്രയാ പ്രഷർ? പി ബി ആ. അതിലേക്ക് എച്ച് റോ ജിയും കൂടെ ആഡ് ചെയ്യപ്പെടും. പി ബി പ്ലസ് എച്ച് റോ ജി എന്നാ കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം കിട്ടിയിരുന്നല്ലോ പി എ മൈനസ് പി ബി ഈക്വൽ ടു ആരാ? 2s ബൈ ക്യാപിറ്റൽ ആർ അല്ലെങ്കിൽ 2s കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സ്മോൾ ആർ. ഇതിൽ പി ബി എന്ന് പറയുന്ന ആളെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ പി സി ഈക്വൽ ടു പി ബിന്റെ അവിടെ പി എ മൈനസ് 2s കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സ്മോൾ ആർ പ്ലസ് എച്ച് റോ ജി എന്നാണ് വരിക. ഇതില് നമുക്ക് പി എ എന്ന് പറയുന്നത് ആരാ? പി എ ടി എം ആണ്. പി സി ഈക്വൽ ടു പി ഡി ആയിരിക്കും. എന്താ കാരണം? ഒരേ ലിക്വിഡിന്റെ ഒരേ ഹൈറ്റിലുള്ള പ്രഷറുകൾ സെയിം ആണ്, പാസ്കൽസിലോ. അപ്പൊ പി സിക്ക് പകരം പി ഡി എന്നും പി എക്ക് പകരം പി എ ടി എം എന്നും മൈനസ് 2s കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സ്മോൾ ആർ എന്നും എച്ച് റോ ജി എന്നും എഴുതാം. പി ഡിയും ആരാ? പി എ ടി എം ആണ്. ആ പി എ ടി എമ്മും ഇവിടെയുള്ള പി എ ടി എമ്മും കൂടെ കട്ട് ചെയ്താൽ
പിന്നെ ബാക്കി വരുന്നത് 2s cos theta ഡിവൈഡഡ് ബൈ സ്മോൾ r പ്ലസ് ആരാ എച്ച് റോ ജി. ഇത് കട്ട് ചെയ്ത് പോയി. അങ്ങനെയാണ് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ കാപ്പിലറി റൈസിന്റെ ഇക്വേഷൻ നമുക്ക് 2s cos theta ഡിവൈഡഡ് ബൈ r റോ ജി എന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതാണ് കാപ്പിലറി റൈസിന്റെ ഇക്വേഷൻ, 2s cos theta ഡിവൈഡഡ് ബൈ r റോ ജി. ആരാണ് എസ്? സർഫസ് ടെൻഷൻ ആണ്. തീറ്റ ആരാ? ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ്. ഈ സ്മോൾ ആർ ആരാ? അത് റേഡിയസ് ഓഫ് ദ ട്യൂബ് ആണ്. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡും ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുമാണ്. ഇതേ ഇക്വേഷൻ തന്നെ ഞാൻ മറ്റൊരു രീതിയിൽ എഴുതാം. എച്ച് ഈക്വൽ ടു 2s ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ റോ ജി എന്ന് എഴുതാം. അങ്ങനെയും ആ ഇക്വേഷൻ എഴുതാം. ആരാ ഈ ക്യാപിറ്റൽ ആർ? നമ്മളാ പറഞ്ഞിരുന്ന മെനിസ്കസിന്റെ ആ ഹൈപ്പോത്തറ്റിക്കൽ അല്ലെങ്കിൽ ഇമാജിനറി ഡ്രോപ്പിന്റെ സ്ഫിയറിന്റെ റേഡിയസ് ആണ്. അപ്പൊ അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇപ്പോ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വരുമ്പോ പല കാര്യങ്ങൾ അതിൻ്റെ അകത്തുകൂടെ പോകുന്നുണ്ട്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുകൊണ്ടാണ് ആ ഡെറിവേഷൻ നമ്മൾ കൃത്യമായി പറഞ്ഞു പോയത്. അപ്പൊ അതിൻ്റെ ഓരോ പോയിന്റുകളിലെ പ്രഷറുകൾ ഏതാണ്, അതിൽ ആരാണ് കൂടുതൽ ആരാണ് കുറവ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ തന്നെ മറ്റൊരു തരത്തിലുള്ള ഡെറിവേഷൻ ഉണ്ട്. അതിൽ നിന്ന് വേറെ നമുക്ക് ക്വസ്റ്റ്യൻ വരും. അതെങ്ങനെയാന്ന് നോക്കാം. നമ്മൾ ആ ഒരു കാപ്പിലറി റൈസ് ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടാ. അതുകൊണ്ട് ആ ഒരു ഭാഗം ശ്രദ്ധിക്കണം നന്നായിട്ട്. നമ്മൾ ഇതാണ് ലിക്വിഡ് എങ്കിൽ അതിൽ കാപ്പിലറി റൈസും ഉണ്ടെങ്കിൽ ഇതിൽ ആ ലിക്വിഡ് റൈസ് ചെയ്തപ്പോ വരുന്ന ഷേപ്പ് ഇങ്ങനെയാണ്. ആ ഒരു മെനിസ്കസ് ഞാൻ ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഉണ്ടാവും തീറ്റ. ഇനി ഞാൻ ആ മെനിസ്കസ് മാത്രം ഒന്ന് മാറ്റി വരക്കുക. ആ മെനിസ്കസിന്റെ ഷേപ്പ് നിങ്ങൾ കാണുന്നത് ഇങ്ങനെയാ. ആ മെനിസ്കസിന്റെ ഷേപ്പ് നമ്മൾ അപ്പുറത്തെ ഭാഗത്തും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ഫിയർ, അങ്ങനെയാണ് ആ മെനിസ്കസ് വരിക. ഒന്നും കൂടെ നമ്മൾ വൃത്തിയാക്കി വരക്കുകയാണെങ്കിൽ ആ മെനിസ്കസിന് നമ്മൾ മുകൾ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാ കാണുക. മുകൾ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോ ഇവിടെ നിങ്ങൾക്കൊരു സർക്കിൾ കാണാം മുകൾ ഭാഗത്ത്. ആ സർക്കിൾ എന്ന് പറയുന്നത് ആ ട്യൂബിന്റെ റേഡിയസ് ഇല്ലേ, ആ റേഡിയസ് ഉൾപ്പെടുന്ന ആ അത്രയും ഒരു സർക്കംഫറൻസ് വരുന്ന ഒരു സർക്കിളാണ് അവിടെ വരിക. ഇനി ഇതാണ് ലിക്വിഡ് സർഫസ്. ആ ലിക്വിഡ് സർഫസിന്റെ ടാൻജന്റ് ആണ് ഇവൻ. ഒരു ലിക്വിഡ് സർഫസിന്റെ പ്രോപ്പർട്ടിയാണ് ഈ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. സർഫസ് ടെൻഷന്റെ ഫോഴ്സ് കിടക്കുന്നത് ആ ലിക്വിഡിന് എങ്ങനെയായിരിക്കും? ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം ആംഗിൾ ഓഫ് കോണ്ടാക്ട് എത്രയാ? തീറ്റ. ഈ ഫോഴ്സിന് ഞാൻ എഫ് എസ് എന്ന് കാണിച്ചു. ആരാത്? ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. ആ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ ഇതേപോലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും, ഓരോ ഭാഗത്തും ഉണ്ടാവും. ഇതിങ്ങനെ ഒരു സർക്കിളിലാ, അതിലൊരൊറ്റ പോയിന്റിൽ നമ്മൾ കാണിച്ച്, അങ്ങനെ എല്ലാ പോയിന്റിലും ഇങ്ങനെ ചെരിഞ്ഞിട്ട് ആ എഫ് എസ് ഉണ്ടാവും. ആ ചെരിഞ്ഞു കിടക്കുന്ന എഫ് എസിന്റെ ഒരു കമ്പോണന്റ് എങ്ങോട്ടാ വരിക? മുകളിലോട്ടാ, എഫ് എസ് കോസ് തീറ്റ. മറ്റൊന്നോ ഇങ്ങോട്ട് വരും. അതാരാ? എഫ് എസ് സൈൻ തീറ്റ. ഇവിടെ ഞാൻ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ കാണിച്ചാൽ ഇതാരാ? എഫ് എസ് ആണ്. ഇത് വരുന്നത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് അവിടെ വീണ്ടും തീറ്റ ഉണ്ട്. ഇതിന്റെ കമ്പോണന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതും തീറ്റ, ഇത് എഫ് എസ് കോസ് തീറ്റ, ഇത് എഫ് എസ് സൈൻ തീറ്റ. ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മുകളിലോട്ട് ആരുണ്ടാവും? എഫ് എസ് കോസ് തീറ്റ. എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവും എഫ് എസ് കോസ് തീറ്റ.
അപ്പൊ ഇതിനെ മുകളിലോട്ട് പിടിച്ച് വലിക്കുന്നത് ആരാ നോക്കി ഞങ്ങള്? മുകളിലോട്ടാണ് ഇത് പോയത്. കാപ്പിലറി റൈസ് മുകളിലോട്ടാണ്. ആ മുകളിലോട്ട് പിടിച്ചതാരാ? എഫ് എസ് കോസ് തീറ്റ. സൈഡിൽക്കുള്ള എല്ലാ എഫ് എസ് സൈൻ തീറ്റകളും എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ചെയ്തു പോകും. അപ്പോ അപ്വേർഡ് ഫോഴ്സ്, നെറ്റ് അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു, നോക്കൂ, നെറ്റ് അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു ആരാ? എഫ് എസ് കോസ് തീറ്റ. അതാണ് വരിക. അത് നോക്കൂ, അങ്ങനെ ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ ലിക്വിഡ് മുകളിലോട്ട് പോവും. ഏതുവരെ? ടിൽ weight of the liquid column equals Fs cos theta. ഈ വെയിറ്റിനെ എങ്ങനെ മുകളിലോട്ട് വലിച്ചുകൊണ്ട് പോവാ? ആ Fs cos theta ഇതിനെ മുകളിലോട്ട് വലിക്കാൻ ഒരു പരിധി ഉണ്ട്. ആ വെയിറ്റിന് ഈക്വൽ ആവുന്നത് വരെ അത് മുകളിലോട്ട് വലിക്കുള്ളൂ. അപ്പോ ഈ Fs cos theta ആണ് ആ ലിക്വിഡിന്റെ mg മുകളിലോട്ട് കൊണ്ടുപോയത്. ഇതാണ് കൺസെപ്റ്റ്. നോക്കൂ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ മുകളിലോട്ട് കിട്ടുന്ന ഫോഴ്സ് ആരാ? എഫ് എസ് കോസ് തീറ്റ. അത് ആ വാട്ടറിനെ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഈക്വൽ ടു ആരായിരിക്കും? എം ജി. അങ്ങനെയാണ് വരിക. ഇനി നമുക്കറിയാം ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ എങ്ങനെയാ കാണുക? എസ് ഇൻറ്റു എൽ എഫക്റ്റീവ്. എസ് ഇൻറ്റു എൽ എഫക്റ്റീവ് ഇൻറ്റു കോസ് തീറ്റ ഈക്വൽ ടു ആരാ? എം ജി എന്നാ വരിക. അങ്ങനെയാണെങ്കിൽ നോക്കണം, ഇവിടെ നമുക്ക് വരുന്നത് അതിൻ്റെ എൽ എഫക്റ്റീവ് വരിക. നോക്കിയാ, ആ സർഫസ് ടെൻഷൻ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടേക്കാ? ഇതാണ് ആ സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യുന്ന പോയിന്റുകൾ. ഇതാ ഇങ്ങനെ അത്രയും പോയിന്റിലാണ് ആ സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആ സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യുമ്പോൾ ആ എൽ എഫക്റ്റീവ് വരുന്നത് എത്രയാ? ഈ ലെങ്താ. എത്രയാ? 2πr. 2πr വരുമോ? 4πr വരുമോ? ഒരു സൈഡേ ഉള്ളൂ. ഉള്ളിലൊക്കെ വാട്ടറാ. രണ്ട് സൈഡ് കിട്ടൂല. കാരണം ഉള്ളിലൊക്കെ വാട്ടറാ. എക്സ്പോസ്ഡ് ടു എയർ, അല്ലെങ്കിൽ ആ ടച്ച് വരുന്ന ആ പുറത്തെ ഭാഗം, അത് 2πr. ആ ആർ എന്ന് പറയുന്നത് ഏതാറാ? നിങ്ങൾ നോക്കിയാ, ആ ട്യൂബിന്റെ ഉള്ളിലുള്ള ആ സർക്കിളാ എന്ന് പറഞ്ഞാൽ ആ ആറ് വരുന്നത് ട്യൂബിന്റെ റേഡിയസ് ആയിരിക്കും. അപ്പൊ എൽ എഫക്റ്റീവ് വരുന്നത് 2πr ആണ്. അപ്പൊ എസ് ഇൻറ്റു 2πr ഇൻറ്റു കോസ് തീറ്റ ഈക്വൽ ടു ആരാ? എം ജി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ആ 2πr നോക്കൂ, ആ ട്യൂബിന്റെ ക്രോസ് സെക്ഷനായ 2πr എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡെറിവേഷനിൽ നേരിട്ട് നമുക്ക് ആ ട്യൂബിന്റെ റേഡിയസാ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മാസിന് നമുക്ക് വോള്യം ഇൻറ്റു ഡെൻസിറ്റി എഴുതാം. എസ് ഇൻറ്റു 2πr ഇൻറ്റു കോസ് തീറ്റ ഈക്വൽ ടു, മാസിന് നമ്മൾ വോള്യം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ജി കൊടുത്താൽ വോള്യത്തിന് ബേസ് ഏരിയ πr² ഇൻറ്റു എച്ച് ഇൻറ്റു റോ ജി എന്ന് കൊടുക്കാം. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എച്ച് ഈക്വൽ ടു നേരത്തെ കിട്ടിയ അതേ ഇക്വേഷൻ തന്നെ 2s കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ റോ ജി എന്ന് കിട്ടും. ഇത് രണ്ട് വിധത്തിൽ നമ്മൾ ഡിറൈവ് ചെയ്യാൻ കാരണം ഇത് നമുക്ക് ആവശ്യമുണ്ട് പല സമയങ്ങളിലായിട്ട്. എങ്ങനെയാണ് ഓരോ കേസിൽ വേറെ വ്യത്യസ്ത കേസുകൾ വരുമ്പോൾ എങ്ങനെ ചെയ്യും എന്നറിയാൻ ഈ എഫ് എസ് കോസ് തീറ്റ അല്ലെങ്കിൽ നെറ്റ് അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു എം ജി എന്ന ഒരു കേസ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ കാപ്പിലറി റൈസിൻ്റെ ഒരു സുപരിചിതമായിട്ടുള്ള ഇക്വേഷനിലെത്തി. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷണാലിറ്റികളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അല്ലെങ്കിൽ ഇതേ ഇക്വേഷൻ കൊണ്ട് തന്നെ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നോക്കൂ, നമ്മളെ കയ്യിൽ ഒരു ബക്കറ്റ് ഉണ്ട്. ആ ബക്കറ്റിന് താഴെ ഒരു ഹോൾ ഉണ്ട് എന്ന് കരുതുക. ആ ഹോള് വളരെ ചെറുതാണെങ്കിൽ, നോക്കിയാ, ഹോള് വളരെ ചെറുതാണെങ്കിൽ ഇത് നമ്മൾ വെള്ളത്തിൽ അമർത്തി കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു വെള്ളമുണ്ട്, ആ ബീക്കറിൽ വെള്ളമില്ല, ഈ ബീക്കറിൽ വെള്ളമില്ല, പക്ഷെ നമ്മൾ
വെള്ളമുള്ള മറ്റൊരു ബീക്കറിൽ ഈ ബക്കറ്റിനെ നമ്മൾ താഴ്ത്തുകയാണെങ്കിൽ ഇതിൽ വെള്ളം കയറാതെ ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ കഴിയും. അങ്ങനെ എത്ര ഡെപ്ത് വരെ നിങ്ങൾക്ക് ഇതിനെ അമർത്തി കൊണ്ടുപോവാം, അതിനകത്തോട്ട് വെള്ളം കയറാതെ. ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നോക്കൂ, വീണ്ടും ഇവിടെ നമുക്ക് നേരത്തെ ഉണ്ടായ അതേ രീതിയിൽ ഒരു മെനിസ്കസ് ഫോം ചെയ്യാണ്. ആ ഒരു ഹോളിനെ നമ്മൾ വലുതാക്കി വരക്കുകയാണെങ്കിൽ, ആ ഒരു ബീക്കർ ഇവിടെ ഉണ്ട്, ആ ഹോള് ഞാനൊന്ന് വലുതാക്കി വരക്കാൻ പോവാ. ആ ഹോളില് വെള്ളത്തിന്റെ പ്രഷർ കാരണത്താൽ നമ്മൾ അമർത്തുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു മെനിസ്കസ് ഫോം ചെയ്യും. അപ്പൊ ഇത്രയും താഴോട്ട് ആരുണ്ട്? ലിക്വിഡാണ്. ഇതിന്റെ സൈഡിലും ആരുണ്ട്? ലിക്വിഡ് വരുന്നുണ്ട്. ഈ ഒരു ഹൈറ്റ് എച്ച് ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെയും വരുന്നത് ഇങ്ങനെയാ. നമുക്ക് ഈ ഒരു പ്രഷർ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ അമർത്തുന്ന നേരത്തെ ഒരു പ്രഷർ എന്തുണ്ടാവും? ഇവിടുന്ന് മുകളിലോട്ട് വരുന്നുണ്ടാവും. ആ പ്രഷറിന്റെ ഏരിയ കൊടുത്താൽ മുകളിലോട്ടുള്ള ഫോഴ്സ് കിട്ടും. ആ പ്രഷർ ആരാ? വാട്ടർ പ്രഷർ ഡ്യൂ ടു ലിക്വിഡ് കോളാണ്. അത് എച്ച് റോ ജി ആണ് വരിക. എച്ച് റോ ജി ഇൻറ്റു ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മുകളിലോട്ട് വരുന്ന എന്ത് കിട്ടും? ഫോഴ്സ് കിട്ടും. ആ ഫോഴ്സ് ബാലൻസ് ചെയ്യുന്നത്, ഇവിടുന്ന് അങ്ങോട്ട് ഫോഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ എം ജിയും അതും കൂടെ നമ്മൾ ബാലൻസ് ചെയ്താൽ എച്ച് റോ ജി ഇൻറ്റു പൈ ആർ സ്ക്വയർ വന്നു. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ, ഇവിടെ നമുക്ക് നോക്കണം, ഈ ഒരു പോയിന്റിൽ നമുക്ക് ഇങ്ങനെയാണ് മെനിസ്കസ്. കാരണം അമർത്തുന്ന നേരത്ത് ഇങ്ങനെയാ വെള്ളം കയറി പോവുക. ആ മെനിസ്കസ് വരുമ്പോൾ ഇങ്ങനെ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ ഉണ്ടെങ്കിൽ നോക്കൂ, അതിൻ്റെ കമ്പോണൻസ് താഴോട്ടാ വരിക. സൈഡ് വൈസ് കമ്പോണന്റുകളൊക്കെ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു പോകും. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ എങ്ങോട്ട് വന്നു? താഴോട്ട് വന്നു. ഇതാണ് ഒരു ഫോഴ്സ്. മറ്റൊന്ന് വരുന്നത് ഈ പ്രഷർ കൊണ്ട് മുകളിലോട്ടുള്ളതാ. നേരത്തെ നമ്മൾ എം ജി ആണ് ഇക്വേറ്റ് ചെയ്തതെങ്കിൽ ഇവിടെ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ താഴോട്ടും, അതിന് പുറമെ ഈ ലിക്വിഡ് കൊണ്ട് ഇവിടെ ഒരു പ്രഷർ ഉണ്ടാവും, അത് മുകളിലോട്ടും കിട്ടും. അപ്പൊ നമ്മൾ ആരൊക്കെ ഇക്വേറ്റ് ചെയ്യുക? ഒന്നാലോചിച്ച് നോക്കിയാ. എഫ് എസ് കോസ് തീറ്റ, ആ അപ്വേർഡ് ഫോഴ്സ് ആണത്. എഫ് എസ് കോസ് തീറ്റ ഈക്വൽ ടു ഫോഴ്സ് ഡ്യൂ ടു പ്രഷർ, അത് പ്രഷർ ഇൻറ്റു ഏരിയ കൊടുക്കാം. എഫ് എസ് കോസ് തീറ്റ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ എസ് ഇൻറ്റു എൽ എഫക്റ്റീവ്. ആരെ എൽ എഫക്റ്റീവ് വന്നത്? നേരത്തെ വന്ന അതേ മെനിസ്കസിന്റെ എൽ എഫക്റ്റീവ് 2πr ഇൻറ്റു കോസ് തീറ്റ ഈക്വൽ ടു പ്രഷർ ഡ്യൂ ടു ലിക്വിഡ് കോളം ആരായ എച്ച് റോ ജി ഇൻറ്റു ബേസ് ഏരിയ ആരാ പൈ ആർ സ്ക്വയർ. വീണ്ടും നേരത്തെ അതേ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എച്ച് ഈക്വൽ ടു 2s കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ റോ ജി എന്ന ആൻസർ കിട്ടും. ഈ ആൻസർ ആരാ? നേരത്തെ കിട്ടിയ ആൻസർ ആരാ? നോക്കൂ, ഇത് രണ്ടും ഒരേ ഇക്വേഷനാ. നേരത്തെ നമ്മൾ ഒരു കാപ്പിലറി ട്യൂബ് ഒരു വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ പൊങ്ങി വരുന്ന വാട്ടറിന്റെ ഹൈറ്റ് ആണ് കണ്ടതെങ്കിൽ ഇപ്പൊ അതേ ഇക്വേഷൻ തന്നെ വരും. എങ്ങനെ? ഒരു ബക്കറ്റിന് താഴെ ഒരു ഹോൾ ഉണ്ട്. ആ ബക്കറ്റ് നമ്മൾ വെള്ളത്തിൽ താഴ്ത്തുന്ന സമയത്ത് ആ ഹോളിലൂടെ വെള്ളം അകത്തോട്ട് കയറാതെ എത്ര മാത്രം താഴോട്ട് കൊണ്ടുപോവാം? ആ ഹൈറ്റ് എത്രയാ? എച്ച് ഈക്വൽ ടു 2s കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ റോ ജി. നേരത്തെ നമ്മൾ ഇക്വേറ്റ് ചെയ്തത് ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ അപ്വേർഡ്, അത് ഈക്വൽ ടു ആ വെയിറ്റിന് ഈക്വലന്റ് ആക്കിയിട്ടാണ് നമ്മൾ ആദ്യം ചെയ്തതെങ്കിൽ ഇപ്പോ അമർത്തുന്നത് കൊണ്ട് ആ മെനിസ്കസ് വരെ എങ്ങനെയാ? അതിന്റെ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ താഴോട്ടും, അതിനെ ബാലൻസ് ചെയ്യാൻ താഴെ നിന്നുള്ള പ്രഷർ മുകളിലോട്ടും. നേരത്തെ എം ജിയുമായി ഇക്വേറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ ഫോഴ്സ് ഡ്യൂ ടു പ്രഷർ ഡ്യൂ ടു ലിക്വിഡ് കോളത്തിനെയാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്തത്. രണ്ടും ഒരേ ഇക്വേഷനാണ് വന്നത്. ഇതോടൊപ്പം തന്നെ നോക്കൂ, ഇതോടൊപ്പം തന്നെ നമുക്ക് പറയാവുന്ന കാര്യമാണ്, ഇങ്ങനെ ഒരു ട്യൂബ് അല്ലാതെ ഒരു ഗ്ലാസ് പ്ലേറ്റുകൾ നോക്കിയാ, ഇതാണ് ഒരു ഗ്ലാസ് പ്ലേറ്റ്. ഇതേപോലെ മറ്റൊരു ഗ്ലാസ് പ്ലേറ്റും ഉണ്ട്. ഇത് ട്യൂബല്ല, മറിച്ച് ഇങ്ങനെ ഒരു ഗ്ലാസ് പ്ലേറ്റ് ആണ് വരുന്നത്.
ഈ ഗ്ലാസ് പ്ലേറ്റുകളെ നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ? വെള്ളത്തിൽ ഡിപ്പ് ചെയ്യാണ്. അങ്ങനെ വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ ആ ഗ്ലാസിന് ഇടയിലൂടെ വെള്ളം കയറാം. ആ വെള്ളം കയറിയത് ഇതാണെങ്കിൽ നോക്കൂ, ഇങ്ങനെ ഒരു ഹെമിസ്ഫെറിക്കലോ അല്ലെങ്കിൽ കോൺകേവോ ആയിട്ടുള്ള വെള്ളം ഇത്രയും നമുക്ക് കയറി വരികയാണെന്ന് കരുതുക. അപ്പോ ഇത്രയും വെള്ളം ഇവിടെ കയറി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ വെള്ളം കയറി നിൽക്കുക. എത്ര ഹൈറ്റിലോട്ടാണ് ഈ വെള്ളം കയറിയത് എന്നറിയണമെങ്കിൽ ആദ്യം നമുക്ക് കുറച്ച് ഡയമെൻഷൻസ് അറിയണം. ഈ ഹൈറ്റ് മുകളിലോട്ട് വന്നത് സ്മോൾ h ആണ്. ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഇടയിലുള്ള ഡിസ്റ്റൻസ് ഞാൻ വീണ്ടും 6 കൊടുക്കുക. നമ്മളെ മുമ്പത്തെ റേഡിയസ് ആണ് 6 ആയിരുന്നെങ്കിൽ ഇപ്പൊ വരുന്നത് ആ പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് 6 വരുന്നതെങ്കിൽ മുകളിലോട്ട് വന്ന ഹൈറ്റ് എത്രയാ? h ആണ്. ഇനി ഇവിടെ നമുക്ക് ഈ ലെങ്ത് വരുന്നത്, ഈ ടോട്ടൽ ഈ സൈഡ് വൈസ് ലെങ്ത് വരുന്നത് ഞാൻ L കൊടുത്തു എന്ന് കരുതാം. വീണ്ടും നേരത്തെ നമ്മൾ ചെയ്ത പോലെ അപ്വേർഡ് ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ എങ്ങനെ? ആ മെനിസ്കസിന്റെ ഷേപ്പ് ഇത് അങ്ങനെയല്ലേ വന്നേ? ആണ്. അപ്പൊ ഇതിനിങ്ങനെ ടാൻജൻഷ്യൽ ആയിട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. ആ ടാൻജൻഷ്യൽ ഫോഴ്സിന്റെ അപ്വേർഡ് ഫോഴ്സ് ഈ ലൈനിൽ ആകമാനം ഉണ്ടാവും മുകളിലോട്ട്. ആ സൈഡിൽ മാത്രമല്ല, നോക്കണം, ഈ സൈഡിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും. ഈ സൈഡിൽ ആക്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു, അതിന് അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട്, നോക്കണം. അപ്പോ ഈ ടോട്ടൽ ലെങ്ത്തിൽ പരന്ന് കിടക്കാണ് ആര്? ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. ആരാത് മുകളിലോട്ട്? Fs cos θ. ആരാ തീറ്റ? ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡെറിവേഷൻ ചെയ്യുമ്പോൾ എന്താ ചെയ്തേ? ആ മുകളിലോട്ടുള്ള Fs cos θ അത് എത്ര വരെ ആക്ട് ചെയ്യും? നമ്മൾ ആ പൊക്കിക്കൊണ്ടുവരുന്ന വെള്ളം, സർഫസ് ടെൻഷൻ മുകളിലോട്ട് വെള്ളത്തിന് പൊക്കിക്കൊണ്ടുവരിക, ആ വെള്ളത്തിന്റെ വെയിറ്റിന് താങ്ങാവുന്ന അതുവരെ ഈ ഫോഴ്സ് കൊടുക്കാൻ കഴിയുള്ളൂ. അതിനപ്പുറം കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയായിരുന്നെങ്കിൽ വെള്ളത്തിന് മുകളിലോട്ട് എത്തിക്കാൻ പിന്നെ ഒരു മോട്ടറിന്റെ ആവശ്യം ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അതങ്ങനെ ഒരു പരിധി വരെ പോവുള്ളൂ. അങ്ങനെയാണെങ്കിൽ Fs cos θ ഈക്വൽ ടു ആ ലിക്വിഡിന്റെ വെയിറ്റിന് ഈക്വലന്റ് ആയിരിക്കണം. ഇനി ആ Fs സർഫസ് ടെൻഷൻ ഇൻറ്റു L എഫക്റ്റീവ് ആണ്. L എഫക്റ്റീവ് എന്ന് പറയുന്നത് നോക്കിയാ, ഈ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലെങ്ത് വേണം. എത്രയാ ഈ ലെങ്ത്? L. ഈ ലെങ്ത് എത്രയാ? L. അപ്പൊ ടോട്ടൽ എത്രയാ? 2L ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ വന്നത് എങ്ങനെയായിരുന്നു? ഒരു സർക്കുലാർ റീജിയനിലാ വന്നേ. അപ്പൊ ആ L എഫക്റ്റീവ് വന്നത് 2πr ആ. ഇപ്പൊ വന്നതോ 2L ആണ്. അതുകൊണ്ട് ആ S ഇൻറ്റു നമ്മൾ എഴുതുന്ന L എഫക്റ്റീവ് 2L ആ. നോക്കണം. അപ്പൊ ആ 2L എന്നാണ് വരുന്നത്. 2L എന്നുള്ളത് എങ്ങനെയാ നമ്മൾ കൊടുത്തേ? അവിടെ L ഒരു ലെങ്ത് ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ രണ്ട് സൈഡിലും കൂടെ 2L വന്ന് ഇൻറ്റു കോസ് തീറ്റ ഈക്വൽ ടു mg വോള്യം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു g എന്ന് കൊടുക്കാം. വോള്യം എങ്ങനെ വോള്യം എഴുതുക? വോള്യം എന്ന് പറയുന്നത് താഴെ നോക്കിയ ബേസ് ഏരിയ വേണം, R ഇൻറ്റു L ആണ്. വോള്യം എത്രയാ? ഹൈറ്റ് കൊണ്ട് ഗുണിക്കണം h. അപ്പൊ ഞാന് ആ വോള്യത്തിനതാ ഇങ്ങനെ എഴുതി, S ഇൻറ്റു 2L കോസ് തീറ്റ ഈക്വൽ ടു വോള്യത്തിന് ബേസ് ഏരിയ R ഇൻറ്റു L ഇൻറ്റു ഹൈറ്റ് h ഇൻറ്റു റോ g എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ നോക്കിയാ ഇവിടെ നമുക്ക് h കാണണം. L പോയി. അപ്പൊ അവിടുന്ന് നമ്മൾ h കണ്ടു കഴിഞ്ഞാൽ എന്താ കിട്ടുകയെന്നറിയോ? h ഈക്വൽ ടു 2s കോസ് തീറ്റ ഡിവൈഡഡ് ബൈ r റോ g. അപ്പൊ നോക്കിയാ എത്ര ഇക്വേഷനാ നമുക്ക്? 2s കോസ് തീറ്റ ഡിവൈഡഡ് ബൈ r റോ g. ഇതാണ് നമുക്ക് ഹൈറ്റ് വരുന്നുണ്ടാവുക. അപ്പോ ഒരു ട്യൂബിന്റെ കാപ്പിലറി റൈസിന്റെ ഇക്വേഷൻ എന്താ? 2s cos θ ഡിവൈഡഡ് ബൈ r റോ g. രണ്ട് ഗ്ലാസ് പ്ലേറ്റുകൾ r സെപ്പറേഷനിൽ വെച്ചാൽ അതിലൂടെ വെള്ളം മുകളിലോട്ട് കയറുന്നതിന്റെ ഇക്വേഷൻ എന്താ? 2s cos θ ഡിവൈഡഡ് ബൈ r റോ g. ഒരു താഴെ ഭാഗത്തെ ഒരു ബക്കറ്റിന് ഒരു ഹോൾ ഉണ്ടെങ്കിൽ ആ ഹോളിലൂടെ വെള്ളം മുകളിലോട്ട് കയറാത്ത വിധത്തില് എത്ര താഴോട്ട് കൊണ്ടുപോവാം? 2s cos θ ഡിവൈഡഡ് ബൈ r റോ g. ഇതാണ് വരിക. ഇനി നോക്കൂ മറ്റൊരു ഐഡിയ. അപ്പൊ ഒരേ ഇക്വേഷൻസ് ആണ്. ഞാൻ ഒരു ഗ്ലാസ് ട്യൂബ്
ഇത് വെള്ളത്തിൽ മുക്കിയിട്ടല്ല വെച്ചത്. വെള്ളത്തിൽ മുക്കിയിട്ട് ആ ഗ്ലാസ് ട്യൂബ് നമ്മൾ പുറത്തെടുത്തപ്പോ അതിൽ കുറച്ച് വെള്ളം കുടുങ്ങി കിടക്കുന്നുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് പെട്ട ലിക്വിഡ് കോളത്തിന്റെ ഷേപ്പ് വരുന്നത് ദാ ഇങ്ങനെയായിരിക്കും. അതെന്താ ഇവിടെ ഇങ്ങനെ വരാൻ കാരണം? വാട്ടർ ആണ്, അക്യൂട്ടാണ്. ഇവിടെ ഇങ്ങനെ വരാൻ കാരണം ആ എം ജിയുടെ വെയിറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് ആ ഷേപ്പ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അപ്പൊ നോക്കൂ, വെർട്ടിക്കല് നമ്മളൊരു ട്യൂബിനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന ഷേപ്പ് ഇതാ ഇങ്ങനെയാ, ഇവിടെ ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഇവിടെ ഒരു എഫ് കോസ് തീറ്റ മുകളിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതേപോലെ തന്നെ താഴ്ഭാഗത്തും ഒരു എഫ് കോസ് തീറ്റ മുകളിലോട്ട് ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ ആരെയാ താങ്ങുന്നത്? ഈ ടോട്ടൽ ലിക്വിഡിന്റെ താഴോട്ടുള്ള എം ജിയെ ബാലൻസ് ചെയ്യും. ഇപ്പൊ എന്താ സംഭവിക്കണമെന്ന് അറിയോ? നേരത്തെ നമ്മള് എഫ് എസ് കോസ് തീറ്റ ഈക്വൽ ടു എം ജി ആണ് കൊടുത്തതെങ്കിൽ ഇവിടെ 2fs കോസ് തീറ്റ ഈക്വൽ ടു എന്ത് കൊടുക്കണം? എം ജി. എന്നിട്ട് വോള്യൂം ഇൻറ്റു ഡെൻസിറ്റി എന്നൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഹൈറ്റ്, ഈ ടോട്ടൽ ഹൈറ്റിന് ഞാൻ എച്ച് ഡാഷ് എന്ന് കൊടുത്താൽ ആ എച്ച് ഡാഷ് ഈക്വൽ ടു നമ്മൾക്ക് കിട്ടുക 2 × 2s കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ റോ ജി. ഇതാണ് ആൻസർ വരിക. ഇത് നേരത്തെ കിട്ടിയ കാപ്പിലറി റൈസിന്റെ ഹൈറ്റ് എച്ച് ആണെങ്കിൽ 2h ആയിരിക്കും വരിക. കാപ്പിലറി റൈസിൽ എത്രയാ? എച്ച്. ഒരു ബക്കറ്റ് താഴോട്ട് അമർത്തുമ്പോൾ എത്രയാ? എച്ച്. ഒരു ഗ്ലാസ് ട്യൂബിന്റെ ഇടയിൽ കൂടെ, ഗ്ലാസ് പ്ലേറ്റുകൾക്കിടയിൽ കൂടെ പോയപ്പോൾ എത്രയാ? എച്ച്. പക്ഷേ ഒരു ഗ്ലാസ് ട്യൂബിനെ വെള്ളത്തിൽ മുക്കി ആ ഗ്ലാസ് ട്യൂബ് ഇങ്ങോട്ട് പുറത്തെടുത്തപ്പോൾ അതിൽ കുറച്ച് ലിക്വിഡ് കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ആ ഹൈറ്റ് എത്രയായിരിക്കും? 2h ആയിരിക്കും. ഇതാണ് ഒരേ ഇക്വേഷൻസ് തന്നെ പല കേസിൽ വരുന്നത്. അപ്പൊ ഈ എല്ലാ ഇക്വേഷൻസും ഒന്ന് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ആ ഇക്വേഷൻസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പൊ എച്ചിന്റെ 3 കേസിൽ വരുന്ന ഇക്വേഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു തീർന്നത്. ഇനി ഈ കാപ്പിലറി റൈസിന്റെ ഡിപ്പെൻഡൻസ് നോക്കാം നമുക്ക്. എന്തായിരുന്നു എച്ചിന്റെ ഒരു ഇക്വേഷൻ? 2s കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ റോ ജി. ഇതിൽ സ്ഥിരമായി വരുന്നതാണ് ട്യൂബിന്റെ റേഡിയസും എച്ചും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാം കോൺസ്റ്റന്റ് ആണെങ്കിൽ എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r ആണ്. അങ്ങനെയാണെങ്കിൽ h1/h2 ഈക്വൽ ടു എന്തെഴുതാം? r2/r1 എഴുതാം. അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോ ട്യൂബിന്റെ റേഡിയസ് കുറയും തോറും ആ ഹൈറ്റ് കൂടിയിട്ട് വരാം. അതേപോലെ തന്നെ നമുക്ക് ജിയുടെ ഡിപ്പെൻഡൻസ് നോക്കിയാൽ ബാക്കി എല്ലാം കോൺസ്റ്റന്റ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/g ആണ്. അപ്പോ ഒരേ ട്യൂബ്, ഒരേ ലിക്വിഡ് എർത്തിലും അതേപോലെ തന്നെ മൂണിലും വെച്ചു എന്ന് കരുതുക. അപ്പോ ജി എർത്ത് ഗ്രേറ്റർ ദാൻ ജി മൂണാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജി മൂൺ ഈക്വൽ ടു എത്രയാ? ജി എർത്ത് ഡിവൈഡഡ് ബൈ 6 ആണ്. അപ്പൊ നമ്മള് എച്ചിന്റെ റിലേഷൻ പറയുമ്പോൾ എച്ച് എർത്ത് ഡിവൈഡഡ് ബൈ എച്ച് മൂൺ ഈക്വൽ ടു ജി മൂൺ ഡിവൈഡഡ് ബൈ ജി എർത്ത് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 വരും. ഇതേപോലെ മാഴ്സിന് പറയാം എച്ച് എർത്ത് ഡിവൈഡഡ് ബൈ എച്ച് മാഴ്സ് ഈക്വൽ ടു എന്താ വരിക? ജി മാഴ്സ് ഡിവൈഡഡ് ബൈ ജി എർത്ത് ആണ് വരിക. എത്രയാ ജി മാഴ്സ് വരുന്നത്? g/3 ആണ്. ഈക്വൽ ടു 1/3 വരും. അപ്പൊ ജിയുടെ ഒരു ഡിപ്പെൻഡൻസ് വരുന്നത് ഇങ്ങനെയാ. ഇതിൽ മറ്റൊരു കാര്യം, നമുക്ക് എച്ചും ജിയും തമ്മിലുള്ള ഡിപ്പെൻഡൻസ് എങ്ങനെയാന്നാ വന്നേ? എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/g ആണ്. 1/g അല്ല, 1/g എഫക്റ്റീവ് ജി നോക്കണം. ഇപ്പൊ നമ്മള് ഒരു കാപ്പിലറി ട്യൂബ് ഒരു സ്റ്റേഷനറി ലിഫ്റ്റിലാണെന്ന് കരുതുക. സ്റ്റേഷനറി ലിഫ്റ്റ് ആണെങ്കിൽ അവിടെ നമുക്ക് പറയാം എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/g.
ആ ലിഫ്റ്റ് മുകളിലോട്ട് എ ആക്സിലറേഷനിൽ പോകുമ്പോൾ എ മുകളിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/g പ്ലസ് എ. അപ്പൊ എച്ച് എന്ത് ചെയ്യും? കുറയും. അത് താഴോട്ട് എ ആക്സിലറേഷനിൽ വരികയാണെങ്കിൽ താഴോട്ട് എ ആക്സിലറേഷനിൽ വരുമ്പോൾ എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/g മൈനസ് എ. ജി എഫക്റ്റീവ് കുറയുമ്പോൾ എച്ച് കൂടും. അത് താഴോട്ടോ മുകളിലോട്ടോ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് പോകുന്നതെങ്കിൽ അപ്പൊ എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/g തന്നെയാവും. അത് ഫ്രീലി ഫാളിംഗ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു ആരാ? ജി ആണ്. അപ്പൊ എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/g മൈനസ് ജി ഈക്വൽ ടു 1/0 ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ആ ട്യൂബിന് പുറത്തു പോകും വെള്ളം. ഇങ്ങനെയാണ് ജീന്റെ എഫക്റ്റ് വരുന്നത്. അപ്പോ ബാക്കിയുള്ള പല ആളുകളുണ്ട്. റേഡിയസിൻ്റെതുണ്ട്, സർഫസ് ടെൻഷൻ ഉണ്ട്, ഡെൻസിറ്റി ഉണ്ട്, കോസ് തീറ്റ, അതൊക്കെ വരുന്നുണ്ട്. അതിനനുസരിച്ചൊക്കെ വേണ്ട രീതിയിൽ ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്യണം. ഇനി മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ എങ്ങനെയായിരുന്നു ഇതിനെ ഡിറൈവ് ചെയ്തപ്പോ എഫ് എസ് കോസ് തീറ്റ ഈക്വൽ ടു എം ജിയുമായിട്ടല്ലേ നമ്മൾ റിലേറ്റ് ചെയ്തേ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എഫ് എസ് കോസ് തീറ്റനെ നമ്മൾ എന്താ എഴുതിയത്? എസ് ഇൻറ്റു എൽ എഫക്റ്റീവ് ഇൻറ്റു കോസ് തീറ്റ എന്നാണ് എഴുതിയത്, ഈക്വൽ ടു എം ജി. എം എന്ന് പറയുമ്പോൾ ആരാ? എം എന്ന് പറയുന്നത് വോള്യം ഇൻറ്റു ഡെൻസിറ്റിയാ. അപ്പോ വോള്യം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ജി എന്ന് വരും. ആ വോള്യത്തിന് നമ്മൾ ആക്കിയിരുന്നത് എങ്ങനെയാ? πr²h എന്നാക്കിയിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റും റേഡിയസും തമ്മിലുള്ള റിലേഷൻ കിട്ടി, ഹൈറ്റും ജിയും തമ്മിലുള്ള റിലേഷൻ കിട്ടി, ഹൈറ്റും അതിനകത്ത് കയറിയ മാസും തമ്മിലുള്ള റിലേഷൻ കിട്ടണം. അത് വളരെ സിമ്പിൾ ആണ്. ശരിക്ക് നോക്കൂ, മാസ് എം ജി ആണല്ലോ, അത് ഈക്വൽ ടു നമുക്ക് πr² ഇൻറ്റു എച്ച് ഇൻറ്റു ആരാ? റോ ഇൻറ്റു ജി എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോ നമുക്ക് കിട്ടിയിരുന്ന എച്ചിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 2s കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആരാ? ആർ റോ ജി ആണ്. ആ ഡെൻസിറ്റിയെ വേണമെങ്കിൽ മാസ് ബൈ വോള്യം എന്ന് എഴുതാം. ആ മാസ് ബൈ വോള്യം എഴുതുമ്പോ നോക്കണേ നിങ്ങൾ, ഇതാ ഇങ്ങനെ. അവിടെ മാസ് ബൈ വോള്യം എഴുതുന്ന സമയത്ത് എച്ച് ഈക്വൽ ടു 2s കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു മാസ് എന്ന് പറയുമ്പോൾ മാസ് ഡിവൈഡഡ് ബൈ വോള്യം ആരാ? πr² ഇൻറ്റു എച്ച് ഇൻറ്റു ജി ആണ്. അപ്പോ ഇവിടെ നമുക്ക് ഈ എച്ച് മുകളിൽ വരും, ഈ എച്ചും എച്ചും കൂടെ കട്ട് ചെയ്ത് പോകും. ഈ ആറും സ്ക്വയറും പോകുമ്പോൾ ആറ് അവിടെ ഉണ്ടാവും, മുകളിൽ വരും. അങ്ങനെയാണെങ്കിൽ ആ ആറ് മുകളിൽ വന്നാൽ ഇവിടെ വരുമ്പോൾ താഴെയാ. അപ്പൊ എന്താ ഇക്വേഷൻ വരിക? ഓക്കെ, ഞങ്ങള് ഈ ആറ് ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് പോയി, അത് ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ താഴെ വരും. എം എവിടെയാ? താഴെ. ആർ എവിടെയാ? താഴെ. എന്ന് പറഞ്ഞാൽ നമുക്ക് എച്ചും ആറും തമ്മിലുള്ള റിലേഷൻ 1/r ആണെങ്കിൽ മാസും റേഡിയസും തമ്മിൽ എം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആറാ. അതിങ്ങനെ പോണമെന്നില്ല. എം ജിയെ നമുക്ക് ഇവിടെ എം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു πr² ഇൻറ്റു എച്ച് റോ ജി. എച്ചിന്റെ ഇക്വേഷൻ 2s കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ റോ ജി ഇവിടെ കൊടുത്താൽ എം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ എന്ന് കിട്ടും. അപ്പോ എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r ആണെങ്കിൽ എം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആറാ. അല്ലെങ്കിൽ നോക്കിയാ ഇവിടെ വോള്യവുമായിട്ടുള്ള റിലേഷൻ പറയാം. എം ജി ഈക്വൽ ടു πr² എച്ച് റോ ജി ആണ്. ആ എച്ചിന്റെ ഇക്വേഷൻ കൊടുക്കുമ്പോ 2s കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ. അപ്പൊ എം ജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരാ? ആർ. അത് കിട്ടി. അങ്ങനെയാണെങ്കിൽ മാസിന് എന്ത് എഴുതാം? മാസിന് വോള്യം ഇൻറ്റു ഡെൻസിറ്റി, വോള്യം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ. അപ്പൊ വോള്യം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരാണ്? ആറാണ്. അപ്പൊ നമുക്ക് റിലേഷൻസ് വേണ്ടത് ഇതാ, ഇതൊക്കെയാ. ഒന്ന് എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരാ? 1/r. ഒന്ന് എം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരാ? ആർ. അടുത്ത ആരാ? വോള്യം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ. ഇതാണ് വരുന്നത്. അത് നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ കാണാൻ വേണമെങ്കിൽ
എച്ച് ഈക്വൽ ടു 2s cos theta ഡിവൈഡഡ് ബൈ r rho g ആ. അപ്പൊ പൈ ആർ സ്ക്വയർ എച്ച് എന്താ വരിക? പൈ ആർ സ്ക്വയർ ഇൻറ്റു 2s cos theta ഡിവൈഡഡ് ബൈ r rho g. അപ്പൊ ആറും സ്ക്വയറും പോയി r, ഇത് വോള്യാണ്. അപ്പോ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റികൾ അല്ലേ, റേഡിയസുമായിട്ടുള്ള പ്രൊപ്പോർഷണാലിറ്റി ആ 3 എണ്ണാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഒന്ന് നോക്കിയാ ഒരേ രീതിയിൽ പഠിച്ചു വെക്കുക. എച്ചും ആറും തമ്മിൽ എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r. എത്ര മാസാണ് മുകളിലോട്ട് കയറിയെന്നാണെങ്കിൽ എം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ. എത്ര വോള്യാണ് മുകളിലോട്ട് കയറിയത് എന്നുണ്ടെങ്കിൽ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ് വരിക. അപ്പൊ ഇതാണ് നമുക്ക് കാപ്പിലറി റൈസുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ ഒരു ഏകദേശം തിയറികളൊക്കെ നമ്മൾക്ക് ഇങ്ങനെ കഴിയുകയാണ്. ഇനി നോക്കിയാ നമ്മള് ഒരു യൂട്യൂബ് ഉണ്ട് എന്ന് കരുതുക. സാധാരണ നമ്മൾ യൂട്യൂബിന്റെ പ്രോബ്ലം പഠിച്ച സമയത്ത് ക്രോസ് സെക്ഷൻ ലിംബുകളിൽ പല വിധത്തിലാണെങ്കിൽ പോലും ഒരേ ഹൈറ്റിലാണ് വെള്ളം ഉണ്ടാവുക നമ്മൾ പാസ്കൽസ് ലോയിൽ പറഞ്ഞിരുന്നു. പക്ഷേ സർഫസ് ടെൻഷൻ കാരണത്താല് റേഡിയസ് കുറഞ്ഞ ഭാഗങ്ങളിൽ ഒന്ന് കൂടുതൽ കയറി നിൽക്കും. അങ്ങനെയാണെങ്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇവിടെ കയറി നിൽക്കുന്നത് കുറച്ച് കുറവായിരിക്കും. അത് ഞാനൊന്ന് വലുതാക്കി കാണിച്ചതാ. ഈ ഒരു ഹൈറ്റ് വരുന്നത് h1 ആണെങ്കിൽ, ഈ ഒരു ഹൈറ്റ് വരുന്നത് h2 ആണെങ്കിൽ, ലെവൽ ഡിഫറൻസ് വരുന്നത് h ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം ഒരേതാണ്. അപ്പൊ h1 ഈക്വൽ ടു 2s cos theta ഡിവൈഡഡ് ബൈ r1 rho g എന്ന് എഴുതാം. h2 ഈക്വൽ ടു 2s cos theta ഡിവൈഡഡ് ബൈ r2 rho g എന്ന് എഴുതാം. ഇത് നമ്മള് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരാ വലുത്? h2 ആ വലുത്. അപ്പൊ h2 ഡിവൈഡഡ് ബൈ h1 ഈക്വൽ ടു r1 ഡിവൈഡഡ് ബൈ r2 എന്ന് കിട്ടും. ഞാൻ ഒരു -1 കൊടുത്താൽ h2 മൈനസ് h1 ഡിവൈഡഡ് ബൈ h1 ഈക്വൽ ടു r1 മൈനസ് r2 ഡിവൈഡഡ് ബൈ r2 എന്ന് എഴുതാം. ആരെ h2 മൈനസ് h1? അത് h ആ. അത് ലെവൽ ഡിഫറൻസ് h ആണ്. ഡിവൈഡഡ് ബൈ h1, അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഈക്വൽ ടു ആരാ? h1 ഇൻറ്റു r1 മൈനസ് r2 ഡിവൈഡഡ് ബൈ ആരാ? r2. ആരാ h1ന്റെ ഇക്വേഷൻ? 2s cos theta ഡിവൈഡഡ് ബൈ r1 rho g ഇൻറ്റു താഴെ r2 ഇൻറ്റു മുകളിൽ r1 മൈനസ് r2. ഇതായിരിക്കും ലെവൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ വരിക. അപ്പൊ നോക്കിയ ഞങ്ങള്, ഇതാണ് നമുക്ക് കാപ്പിലറി റൈസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് എന്ത് വേണം? ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക വേണ്ടത്. ഓരോന്ന് അപ്ലൈ ചെയ്ത് ഇങ്ങനെ മനസ്സിലാവണം.